ഗുഡ് മോർണിംഗ്. ഹലോ, രഞ്ജിത്ത്. ക്രിയാശക്തി എന്താണ് ക്രിയാശക്തി എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഇതിവിടെ യോഗ പ്രാണവിദ്യയുടെ ഒരു പ്രോസ്പെരിറ്റി കോഴ്സാണ്. അതായത് നമ്മുടെ അഭിവൃദ്ധിക്ക് ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള നമ്മുടെ ഒരു ഇച്ഛാശക്തി പ്രകടമാക്കിക്കൊണ്ട് ഒരു ക്രിയ ചെയ്യുന്നതാണ്. അതായത് ഡിവൈൻ പ്ലാനാണ്. അതൊരു ഈശ്വരീയമായ ശക്തികളെ ആവാഹിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ക്രിയാശക്തി. ഇതിലുപയോഗിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ തോട്ട് പവറാണ്. തോട്ട് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തയുടെ ശക്തി എങ്ങനെയാണ് ക്രിയാശക്തിയിലേക്ക് കണക്റ്റഡ് ആവുക? എല്ലാവർക്കും സംശയം തോന്നുന്നല്ലേ? നമ്മൾ ചിന്തിച്ചതൊക്കെ നമുക്ക് എങ്ങനെ കിട്ടുക? ചിന്തിച്ചതൊന്നും കിട്ടിയിട്ടില്ലോ എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുക. അപ്പോൾ ചിന്തയുടെ രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് നമുക്ക് തിരിച്ചറിഞ്ഞാലോ, ആ ചിന്തയെ നമുക്ക് റെഗുലേറ്റ് ചെയ്താലോ, ആ ചിന്തയെ നമ്മുടെ ഒരു ഇച്ഛാശക്തിയിലേക്ക് കണക്ട് ചെയ്താലോ, അതൊരു ക്രിയാശക്തിയായി തീർന്നാലോ, അതായത് നമുക്ക് സ്വപ്നങ്ങളുണ്ടായിരിക്കണമെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം, നമ്മുടെ ഹോണറബിൾ പ്രസിഡൻ്റായിരുന്ന, സയൻറ്റിസ്റ്റായിരുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചിന്തകളിലേക്ക് എത്തണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ധാരാളം സ്വപ്നം കാണുക, അത് പിന്നീട് നിങ്ങളുടെ ചിന്തകളായിട്ട് മാറട്ടെ. ആ ചിന്തകൾ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ. എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ നടക്കുക? കാരണം നമ്മുടെ ഉള്ളിൽ തീവ്രമായ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആ കാര്യം നടക്കും. അതിന് ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യം, ഈശ്വരീയമായ പ്രഭ ഉണ്ട്. നമ്മൾ സോൾ എന്നൊക്കെ പറയുന്ന അതിന് അതിൻ്റേതായ ചില ക്വാളിറ്റീസ് ആൻഡ് പവേഴ്സ് ഉണ്ട്. അതിനെ മാഗ്നിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ ചെയ്യുക. അപ്പോൾ ചിന്തകൾ നമ്മുടെ ചിന്തകൾ പക്ഷെ എപ്പോഴും ദുർബലമായിരിക്കുക ചെയ്യുക. ചിന്തകൾ ദുർബലമായിരിക്കുന്നതിന് കാരണം ചെറുപ്പത്തിൽ നമ്മൾ ശീലിച്ചു വളർന്ന ചില തത്വങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാതെ ഞാനത് ചെയ്താൽ ശരിയാവോ, ഞാനതങ്ങനെ പറഞ്ഞാൽ ശരിയാവോ, അത് നടക്കാൻ പോണ കാര്യമാണോ, എനിക്കത് അവകാശപ്പെട്ടതാണോ, എനിക്കത് ലഭിക്കാൻ പോകുന്നുണ്ടോ, അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ ചിന്തകൾ, അത് ഒരു പോസിറ്റീവ് തോട്ടല്ല. അത് എനിക്ക് ലഭിക്കണമെന്നാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ചിന്തകളിൽ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ കേട്ടു വളർന്നിട്ടുള്ളത് ദിവാസ്വപ്നങ്ങൾ കണ്ടു നടക്കില്ല എന്നാണ്. വീട്ടിലങ്ങനെ പറയാം. കാരണം ദിവാസ്വപ്നങ്ങൾ ചെയ്ത് നടന്നിട്ട് അവൾക്ക് സങ്കടം വരുമെന്നൊക്കെ കരുതിയിട്ടാണ് വീട്ടിലെ മുതിർന്ന ആളുകൾ അങ്ങനെ പറയാം. പക്ഷെ മറിച്ച് നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. ആ സ്വപ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ സ്വപ്നങ്ങൾ നമ്മുടെ സോള് തിരിച്ചറിയുകയും അത് ചിന്തകളിലേക്ക് മാറി ആ ചിന്തകൾക്ക് അതിൻ്റേതായ വൈബ്രേഷൻ ഉണ്ടാവുകയും അത് ഈ പ്രകൃതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പ്രകൃതി അതിനനുസരിച്ച് നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നമുക്ക് എത്തിച്ചു തരികയും ചെയ്യുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ചിന്തയുടെ ആഗ്രഹത്തിൻ്റെ ശക്തി എന്നതിന് പ്രധാനമാണ്. അതാണ് ചിന്തയുടെ പവർ എന്ന് പറയുന്നത്, തോട്ട് പവർ എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കുമ്പോൾ അതിന് എത്രമാത്രം ശക്തിയുണ്ട്, എത്രമാത്രം ആവശ്യമുണ്ട് എന്നുള്ളതും കൂടെയാണ് പ്രധാനം. അപ്പോൾ നമുക്കത് ആവശ്യമുള്ളൊരു കാര്യമായിരിക്കണം. നമുക്കത് അത്ര ആവശ്യമുള്ള കാര്യമായിരിക്കണം. ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്കത് നേടണം, എനിക്കത് വാങ്ങണം എന്നുള്ള ഇച്ഛാശക്തി തന്നെ എൻ്റെ പുറകിലുണ്ടായിരിക്കേണ്ടത്. പക്ഷെ അതിന് വിലങ്ങ് തേടിയായിട്ട് നിൽക്കുന്നത് കുറച്ച് ഘടകങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന നമുക്കത് സാധിക്കുമോ, അതിനോടുള്ളൊരു വിശ്വാസക്കുറവാണ്. വിശ്വാസക്കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? നമ്മളൊരു ഡിവൈൻ പ്ലാനാണ്, നമ്മൾ ആവശ്യപ്പെടുകയാണ് പരബ്രഹ്മത്തിനോട്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യപ്പെടുമ്പോൾ അതിനൊരു തീവ്രമായ ഇച്ഛാശക്തി വേണം. ഓർത്ത് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ 100% നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ വേണമെന്ന് തീവ്രമായി ആഗ്രഹിക്കാത്തതാണ് വന്നു ചേരാത്തത്. എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, എനിക്കത് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ വിചാരിക്കുമ്പോൾ
കിട്ടണം എന്നല്ല അവിടെ നമ്മൾ ചിന്തിച്ചത്. കിട്ടണം ഒരു എസെൻഷ്യലാണ്. എൻ്റെ ജീവിതത്തിൽ അത് അനിവാര്യമാണ്. എനിക്കത് അത്ര പ്രിയപ്പെട്ടതാണ്, അത്ര മോഹിക്കപ്പെട്ടതാണ് ഞാൻ. അതിൽ കൂടെ ആ ചിന്ത ഈ പ്രപഞ്ചം തിരിച്ചറിയുകയും അതിന് വേണ്ട മാർഗം ഉണ്ടാക്കി തരികയും ചെയ്യും. അതിനു മുമ്പായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള പോവർട്ടി കോൺഷ്യസ്നെസ്, ദാരിദ്ര്യ ചിന്തകൾ. മിക്ക ആളുകളും നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളതിൽ ഫുഡ് ഏതാണെന്നല്ല നോക്കുക, ഓരോന്നിൻ്റെ റേറ്റ് സ്ട്രക്ചറാണ് നോക്കുക. കാരണം നമുക്ക് അത് അത്ര പൈസ ചിലവാക്കണമെന്നുള്ളതാണ്. പൈസയൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ ആവശ്യത്തിന്, പക്ഷെ നമുക്ക് അത്ര പൈസ ചിലവാക്കണോ, ആ ഒരു ചിന്തയിലാണ് നമ്മളെപ്പോഴും. അല്ലെങ്കിൽ അത് ആ പൈസ കൊണ്ട് വേറെ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് അതിനെ ഇഫക്റ്റീവായ തലത്തിൽ നമുക്കത് ചിലവാക്കേണ്ട സ്ഥലത്ത് ചിലവാക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുക. അത് ചിലവാക്കണം, അത് എനിക്ക് പറ്റും, എനിക്ക് അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റും, എനിക്ക് അതിനനുസരിച്ച് പണം വരും. അതൊരു പ്രാക്ടിക്കാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ആഗ്രഹം നടക്കണമെങ്കിൽ നമുക്ക് ഒരു വലിയ ഒരു ബ്രാൻഡഡ് കാറ്, പ്രീമിയം കാറ് വാങ്ങണം എന്ന ആഗ്രഹമുണ്ട്. ഒരാഗ്രഹം അത് കണ്ടപ്പോൾ നമുക്ക് വലിയ മോഹമുണ്ടായി. ആ മോഹം ഉണ്ടായിട്ട് നമ്മളതിൻ്റെ പുറമേ കൂടെ ചില്ലിൽ കൂടെ അതിൻ്റെ ഷോറൂമിൽ നിന്ന് നോക്കി നിന്നിട്ട് മാത്രം കാര്യമില്ല. നോക്കി നിൽക്കാം, നമുക്ക് അതിനെ അട്രാക്റ്റ് ചെയ്യാം. ആ അതിൻ്റെ എനർജി നമ്മുടെ സോളായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അട്രാക്റ്റ് ചെയ്യാം. മറിച്ച് ഒന്നുകൂടി നമ്മൾ ഡൈനാമിക് ആവേണ്ടത്. നമ്മളൊന്നുകൂടെ അവിടെ കയറി ചെല്ലപ്പോൾ സെക്യൂരിറ്റിക്കാരൻ നമ്മളെ കണ്ടപ്പോൾ അത് ആ റോൾസ് റോയ്സ് പോലുള്ളൊരു കാറൊക്കെ മേടിക്കാൻ പറ്റുന്ന ആളാണെന്ന് സംശയിച്ച് നിൽക്കുന്ന തരത്തിലാവരുത്. നാം കയറി ചെല്ലുമ്പോൾ നമ്മളുടെ വേഷം എന്താണോ, നമ്മുടെ ഭാവം എന്താണോ, വേഷം എന്താണോ എന്നുള്ളതോ കുറഞ്ഞതായിട്ടോ ഉള്ള സങ്കല്പമല്ല വേണ്ടത്. വളരെ കോൺഫിഡൻസോട് കൂടി ഗേറ്റ് കടന്നുള്ളിലേക്ക് കിടക്കുക, കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഒരു എക്സിക്യൂട്ടീവ് വരുമ്പോൾ അവരോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുക, എനിക്കതൊന്ന് കാണാൻ പറ്റുമോ, എനിക്കതൊന്ന് തുറന്ന് കാണിച്ചു തരൂ. അപ്പോൾ അവർ വിചാരിക്കും ഇദ്ദേഹത്തെ കണ്ടിട്ട് ഇത്ര വലിയ കോടികൾ വിലമതിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നുന്നു. ആ തോന്നലുകൾ അവർക്കുണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മുടെ പ്രകടനത്തിൽ, നമ്മുടെ ആക്ഷനിൽ അത് ആ കോൺഫിഡൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് കയറിയിരിക്കാനായിട്ട് കയറിയിരിക്കണം എന്ന് പറയാം, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. ഇതൊന്നും എനിക്ക് കുറച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്, ഞാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അവർ അവിടെ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ പറയാമോ? നമുക്ക് കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരു കാർ വാങ്ങിക്കാനൊന്നും താൽക്കാലികമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയില്ല. പക്ഷേ ആ തീവ്രമായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ആഗ്രഹത്തെ നമ്മൾ കണക്ട് ചെയ്യാണ് പ്രകൃതിയുമായിട്ട്, ശരീരവുമായിട്ട്, അല്ലെങ്കിൽ ആ കാറുമായിട്ട്. നമ്മൾ അതിൻ്റെ ആ എനർജി ബന്ധം സ്ഥാപിക്കുകയാണ്. അവിടെ നമ്മളൊരു സീഡ് ഇടുകയാണ്. അത് മനസ്സിൽ കിടന്ന് പിന്നീട് അവിടെ നിന്ന് പോകുന്നതിന് ശേഷം അത് മനസ്സിൽ കിടന്ന് അതെനിക്ക് കിട്ടും, എനിക്ക് കിട്ടണം അത് എന്നുള്ളതാണ്. എനിക്കത് വാങ്ങണം. ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കതിൻ്റെ ടാക്സ് അടയ്ക്കാനുള്ള പേയ്മെൻറ്റൊക്കെ കോടികൾ വരുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് എല്ലാ കൊല്ലം അടയ്ക്കേണ്ടത്, പിന്നെ അതിൽ ഉപയോഗിക്കേണ്ട ഇന്ധനം അത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്റ്റാറ്റസിലായിരിക്കില്ല നമ്മൾ. പക്ഷെ മറിച്ച് അത് ആയി വരുമ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ, ആ ക്രിയ ചെയ്യുമ്പോൾ, നമ്മളൊരു ക്രിയാശക്തി നാം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകൾ മാറി വരേണ്ടതുണ്ട്. ആ ചുറ്റുപാടുകൾ മാറി വരാൻ പ്രപഞ്ചം നമ്മെ സഹായിക്കും. ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, ചിന്തകൾ, വിശ്വാസം എന്ന് പറയുമ്പോൾ, വിശ്വാസങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എപ്പോഴും ഞാൻ ക്ലാസ്സുകളിലൊരു ചില കഥകൾ പറയാറുണ്ട്. അതിലൊരു കഥയാണ്. അതായത് ഒരാൾ പറഞ്ഞു, എനിക്ക് വലിയൊരു കാര്യം നടന്നു കിട്ടാനുണ്ട് സർവേശ്വര, അങ്ങ് ഇതൊന്ന് അനുവദിച്ചു തരുമോ? അപ്പോൾ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഓക്കെ നിനക്ക് എന്താണ് ആഗ്രഹം, നീ പറഞ്ഞു. അപ്പോൾ അങ്ങേക്ക് ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കാൻ പോലുള്ള കഴിവുണ്ടല്ലോ, അങ്ങാണല്ലോ ഇത് സൃഷ്ടിച്ചത്. അപ്പോൾ ഈശ്വരൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി നീ പറഞ്ഞോളൂ. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഈ മുന്നിൽ കാണുന്ന മലയുണ്ടല്ലോ, എൻ്റെ വീടിൻ്റെ, ഞാൻ ആ മലയുടെ താഴ്വാരത്തല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നട്ടു വളർത്തുന്ന പച്ചക്കറികൾ ഈ മല കയറി ഇറങ്ങി അടുത്ത ഗ്രാമത്തിലേക്ക് കൊണ്ടു ചെന്ന് അവിടെ വിൽക്കേണ്ടതുണ്ട്. പക്ഷെ ഇത് പറിച്ചു കഴിഞ്ഞ് അത് ഞാൻ മലയൊക്കെ ഇറങ്ങി അടുത്ത ഗ്രാമത്തിലേക്ക് എത്തുമ്പോഴേക്കും എൻ്റെ പച്ചക്കറികളൊക്കെ വാടിപ്പോവുകയാണ്. അപ്പം അതിനൊരു പരിഹാരം വേണ്ടത് എന്താണ്? ഈ മലയെ ഇവിടെ നിന്ന് മാറ്റി തരാൻ പറ്റുമോ?
അപ്പോൾ ഈശ്വരൻ പറഞ്ഞു, സർവേശ്വരൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി നിനക്ക് അത് സാധിപ്പിച്ചു തരാം. പക്ഷെ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നീ നിൻ്റെ ആഗ്രഹം ഇത് മാറണമെന്നുള്ള ഇച്ഛയോടുകൂടി 100% അതിലൊരു സംശയം പോലും ഇല്ലാതെ അത് മാറണമെന്ന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. 10 മിനിറ്റ് സമയം നിനക്ക് അനുവദിക്കുന്നു. ഈ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നീ തീവ്രമായ ഇച്ഛയോടുകൂടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം വളരെ ഹൃദയം തുറന്നുകൊണ്ട്, അദ്ദേഹം കണ്ണുനീരൊക്കെ ഒഴുകിക്കൊണ്ട്, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഈ മല ഇവിടെ നിന്ന് മാറിത്തരുന്നതിന് സർവേശ്വര അങ്ങയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ മല ഇവിടെ നിന്ന് മാറിപ്പോകണേ. 10 മിനിറ്റ് സമയം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഈ മല എൻ്റെ മുന്നിൽ നിന്നും പോയി എനിക്ക് വളരെ എളുപ്പമായിട്ട് എനിക്കും എൻ്റെ ഗ്രാമവാസികൾക്കും എളുപ്പത്തിൽ മറ്റേ ഗ്രാമത്തിലേക്ക് പോകാനും അവിടെ കച്ചവടം നടത്താനും പറ്റണേ. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് കണ്ണ് തുറന്നു. എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവിടെ മല ഉണ്ടായിരിക്കുമോ? ആക്ച്വലി അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ ആൾ മലയിലേക്കൊന്ന് ആഞ്ഞു നോക്കിയിട്ട് ഒരു അസ്വസ്ഥതയോട് മലയെ നോക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പെറുപിറുത്തു അദ്ദേഹം. അല്ലെങ്കിലും ഇത് മാറില്ല എന്നൊക്കെ എനിക്കറിയായിരുന്നു. അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല എത്ര വലിയൊരു മല അവിടെ നിന്ന് മാറാൻ. അപ്പോൾ നമ്മുടെ വിശ്വാസമൊക്കെ ഇതുപോലെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നത് ഈ മല മാറും എന്ന് വിചാരിക്കുന്ന, മല മാറണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണ നേരത്ത് അദ്ദേഹത്തിനുള്ളിൽ സംശയം നിൽക്കുകയാണ്, ഇത് മാറാൻ സാധ്യതയുണ്ടാവില്ല എന്ന്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത് എനിക്കറിയാമായിരുന്നു അല്ലെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചിന്തകളെ കൊണ്ടുപോകുക. അപ്പോൾ ഈ ഇച്ഛ അവബോധം, നമ്മുടെ തീവ്രമായ ആഗ്രഹം നമ്മളിൽ ഉണ്ടാവണം. ആ ആഗ്രഹം ഈ പ്രപഞ്ചം തിരിച്ചറിയുകയും അതിന് വേണ്ട വഴികൾ ഒരുക്കി തരികയും ചെയ്യും. അതിന് നമ്മൾ നിന്നു കൊടുക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ മുന്നിൽ വളരെ വിഭവസമൃദ്ധമായൊരു സദ്യ വന്നിരിക്കുമ്പോൾ നമ്മളതെടുത്ത് കഴിക്കണം. അതുപോലെ നമ്മൾക്ക് ഓരോ സാഹചര്യങ്ങൾ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് ആ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ വളരെ ഡൈനാമിക് ആൻഡ് പ്രാക്ടിക്കലി മൂവ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളൊരു വലിയ ബ്രാൻഡഡ് കാർ മേടിക്കാനാണെങ്കിൽ നമുക്കതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു ലിവിങ് സ്റ്റൈലിലേക്ക് പോലും നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ നമ്മുടെ പ്രകടനത്തിലൂടെ, നമ്മുടെ ഇച്ഛാശക്തി, ഈ പ്രപഞ്ചത്തിനോട് ആവശ്യപ്പെട്ട ആ ഡിവൈൻ പ്ലാനിനോട് സമർപ്പിക്കപ്പെട്ട ശക്തിയെ ശക്തി കൊണ്ട് നമുക്കതൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ ഉള്ളിലുള്ള ഈ ചിന്തകൾ, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ ശരിയാണോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. എനിക്കത് കിട്ടിയിരുന്നെങ്കിലും നല്ലതായിരുന്നു, അല്ലെങ്കിൽ അത് നല്ല കാര്യമാണ്, എനിക്കത് വാങ്ങാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയല്ല നമ്മുടെ ചിന്ത കൊണ്ട്. നമുക്കൊരു കാര്യം വേണമെങ്കിൽ അത് വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു കാര്യം വേണമെങ്കിൽ കുട്ടികൾ, വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ ഭക്ഷണം കഴിച്ച് ഒക്കെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടി അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് പാല് വേണം എന്ന് പറഞ്ഞ് പറയണം. പക്ഷേ 2 കുട്ടികൾ ഒരേ സമയം തന്നെയാണ് ഭക്ഷണം കഴിച്ച് ഇരിക്കുന്നത്. അപ്പോൾ മറ്റു കുട്ടി അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കില്ലേ, അതുകൊണ്ട് അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതും. മറ്റേ ആളോ പാല് വേണം അമ്മേ പാല് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനിരിക്കുമ്പോൾ, ആദ്യം മറ്റേ കുട്ടിയാണ് അവനേക്കാളും നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്, ആ കുട്ടിക്കായിരിക്കും വിശപ്പ്. പക്ഷെ ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവനെ വിളിച്ച് പാല് കൊടുക്കും. അതുപോലെ തന്നെയാണ് ഈ പ്രകൃതി, ഈ യൂണിവേഴ്സ്. നമ്മൾ ആവശ്യപ്പെട്ടാണ്, നമ്മുടെ അമ്മയാണ് ഈ പ്രകൃതി, പ്രപഞ്ചം, ഈ യൂണിവേഴ്സ്, ഈ ഭൂമി ഒക്കെ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. നാം അതിൻ്റെ ഒരു ഭാഗമാണ്, അതൊരു ഡിവൈൻ പ്ലാനിൻ്റെ ഭാഗമാണ് നമ്മളും. പിന്നെ നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ക്രിയാശക്തി പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട്, മറ്റുള്ളവർക്ക് കൂടി നമുക്ക് ഇത് ചെയ്തു കൊടുക്കാം. അവരുടെ സാമ്പത്തിക സ്ഥിതിയെ
ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ പണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമ്പന്നതയുമായി അവരുടെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തോട്ട് ഫോംസ് റെഗുലേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെ വളരെ പുരാതന സമ്പ്രദായങ്ങളായിരുന്ന ഗുരുക്കന്മാരൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന അവരവരുടെ വീക്ക്നെസ്സുകളെ കളഞ്ഞുകൊണ്ടിരുന്ന ബ്ലൂ ടെട്രാഹീഡ്രൻ എന്ന അതായത് പണ്ട് യോഗിമാരൊക്കെ പരിശീലിച്ചുകൊണ്ടിരുന്നത് അവരെ തിന്മകളൊക്കെ അതിലേക്ക് സമർപ്പിച്ച് അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അത് നമ്മൾ ക്രിയാശക്തി കോഴ്സിൽ നിന്ന് പഠിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറുപ്പത്തിലെ ഉരുത്തിരിഞ്ഞിട്ടുള്ള നമ്മളെ കൊണ്ട് അത് പറ്റില്ല, എൻ്റെ സാമ്പത്തികം അതിന് ശരിയാവില്ല, ഞാനതിന് ചേർന്നതല്ല, എന്നെക്കൊണ്ടത് എങ്ങനെ സാധിക്കാനാണ്, ഇതൊക്കെ നടക്കാത്ത കാര്യം അത് മറ്റുള്ളവർക്ക് മാത്രം നടക്കുന്നതാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാമായി കിടക്കുന്നത് നെഗറ്റീവ് തോട്ട് ഫോംസ്, അല്ലെങ്കിൽ പോവർട്ടി കോൺഷ്യസ്നെസ്, കോൺഫിഡൻസ് ഇല്ലായ്മ, വിശ്വാസമില്ലായ്മ, ഇങ്ങനെയുള്ള ഊർജ്ജങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ട്. നമ്മളെ നല്ലൊരു ചിന്തയിലേക്ക്, പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയിലേക്ക് നാം കടക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ നമ്മളെ തളർത്തി പുറകോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്രിയാശക്തി ചെയ്യുകയാണ് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തോട്ട് ഫോമിനെയും അതിനെയൊക്കെ നമുക്ക് ടെട്രാഹീഡ്രനിലേക്ക് നമുക്ക് വലിച്ചെടുത്ത് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. ആ മെത്തേഡ് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യേണ്ട ആഗ്രഹങ്ങളെ തീവ്രമായി ഇച്ഛിക്കുകയും അത് പറയുന്ന അതിനൊരു രീതിയുണ്ട്. നമ്മൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്നതിനൊരു രീതിയുണ്ട്. നാം സാധാരണ പറയുന്നത് പോലെ ആവശ്യപ്പെടില്ല. അതിനൊരു പ്രത്യേക മെത്തേഡിൽ കൂടെ നമ്മൾ പറയുമ്പോൾ ആ ശബ്ദത്തിന്, ആ ചിന്തയ്ക്ക്, അതിൻ്റെ ഫ്രീക്വൻസിക്ക് മഹത്തായ ഫ്രീക്വൻസി ഉണ്ട്. ശക്തിയായി അത് പ്രപഞ്ചത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കുട്ടി കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ട് വാശി പിടിക്കുമ്പോൾ അമ്മ പാല് കൊടുക്കുന്നത് പോലെ നമ്മുടെ ആവശ്യം നടന്നു വരേണ്ടത് മറ്റുള്ളവർക്ക് ശല്യമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ അപകടപ്പെടുത്താൻ ഈ ശക്തി ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ പുറകിൽ നമുക്കറിയാം, കർമ്മ നിയമങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. നാം ഒരാൾക്ക് ദോഷത്തിന് വേണ്ടി ഈ ശക്തിയെ ഉപയോഗിച്ചാൽ അത് പല മടങ്ങുകളായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. നമുക്കറിയാലോ, കർമ്മ നിയമം അറിയാലോ. ഒരു മാവിൻ്റെ കുരു കുഴിച്ചിട്ടാൽ അത് പടർന്ന് പന്തലിച്ച് ഒരു ഒട്ടനവധി മാങ്ങകൾ ഒട്ടനവധി കാലങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് പോലെ നാം നന്മയുടെ വിത്തുകൾ വിതയ്ക്കുമ്പോൾ നല്ലത് ധാരാളം പഴങ്ങളായിട്ട് ഫലങ്ങളായിട്ട് നമുക്ക് വരുന്നത് പോലെ തന്നെയാണ് തെറ്റായ ഒരു കർമ്മം മറ്റുള്ളവന് നാശമുണ്ടാക്കാനായിട്ട് ഈ ശക്തി ഉപയോഗിച്ചാൽ ആപത്തിൻ്റെയും കഷ്ടതകളുടെയും ബാഡ് ലക്കുകളുടെയും അനുഭവം സ്വീകരിക്കേണ്ടി വരും. ചീത്ത ഫലങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആരെയും അപകടപ്പെടുത്താനല്ല ഇത് ഉപയോഗിക്കേണ്ടത്, മറിച്ച് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഈശ്വരീയമായ തത്വങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേറെ ഒന്ന്, നമ്മളുടെ കാർമിക് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. ഈ ക്രിയാശക്തി സക്സസ് ആവണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാൾ സ്വാർത്ഥനായിരിക്കും. നമ്മുടെ സഹജീവികൾക്ക് ഒരു വിഷമവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനൊക്കെ മുതിരുന്ന ആളുകൾക്ക് അപ്പോൾ അവർ ഉള്ളതിൽ ചെറുതൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അവിടെ ഒരു പ്രോസ്പെരിറ്റി എനർജി, ഒരു നന്മയുടെ എനർജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ പണവും എൻ്റെ മാത്രമാണ്, അത് വേറൊരാൾക്ക് പങ്കുവയ്ക്കാനുള്ളതല്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ഭക്ഷണം വേറൊരാൾക്ക് പങ്കുവയ്ക്കാനുള്ളതല്ല, ആ സമൃദ്ധമായ ഭക്ഷണം എനിക്ക് മാത്രം കഴിക്കാനുള്ളതാണ്, അത് മറ്റുള്ളവന് കൊടുക്കാനുള്ളതല്ല. ഈ ചിന്തകളൊക്കെ മാറ്റി ഉള്ളതിൽ ചെറിയൊരു ഭാഗം ഇല്ലാത്തവന് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇതൊരു കർമ്മസിദ്ധാന്തത്തിൽ നമുക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന അതിമഹത്തായമായ ഒരാശയമാണ്. അതിനെ തൈത്തിങ് എന്നാണ് പറയുക. ഡൊണേഷൻ ചെയ്യുക, പാവങ്ങൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക്. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, കഷ്ടപ്പെടുന്നവരും വിഷമിക്കുന്നവരും, അവർക്ക് നമുക്ക് ദാനം കൊടുക്കാം. ദാനം കൊടുക്കുന്നതിന് പോലും കൃത്യമായ കണക്കുകളുണ്ട്. അത് എല്ലാ റിലീജിയസായിട്ടും അത് ആ അനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും അതിനെ കുറേ കൂടി കൃത്യമായി അത് ആർക്കൊക്കെ അതിന് ചെറിയ ചെറിയ ശതമാനങ്ങളായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ചെറിയ ചെറിയ ശതമാനങ്ങളായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, ആർക്കൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളൊരു സിദ്ധാന്തം ഉണ്ട്. അതൊക്കെ നമുക്ക് ക്രിയാശക്തി കോഴ്സിൽ കൂടെ വളരെ വിശാലമായിട്ട് വിപുലമായിട്ട് വിശദീകരിച്ച് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മ നിയമം നാം മറ്റുള്ളവന് സഹായം ചെയ്യുമ്പോൾ, പണമായിട്ട് സഹായം ചെയ്യുമ്പോൾ, പണം എന്ന ഊർജത്തിൻ്റെ സീഡ് നമ്മൾ പ്ലാന്റ് ചെയ്തു എന്നുള്ളതാണ് അത്. അപ്പോൾ നമുക്ക് ബാങ്കിൽ പണം ഉണ്ടെങ്കിലേ നമുക്ക് ATM-ൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കാർമിക് അക്കൗണ്ടിൽ ആ ഊർജം ഉണ്ടായിരിക്കണം, നമ്മൾ ചെയ്ത സഹായത്തിൻ്റെ ഊർജം അതിലുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഊർജം നമ്മൾ പണം കൊടുത്തതിൻ്റെ ലോഡ് ഓഫ് കർമ്മ ഇതറിഞ്ഞ് അതൊരു വിത്ത്, ആ പണം 10 രൂപ കൊടുക്കുമ്പോൾ അത് 10,000 ഇരട്ടിയായിട്ട് നമുക്ക് അത് നമ്മുടെ കാർമിക് അക്കൗണ്ടിൽ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് ഈ പണം വന്നു ചേരും. അപ്പോൾ കർമ്മ നിയമം ഇതിൻ്റെ ഒരു ഭാഗമാണ്, അത് ശ്രദ്ധിക്കണം. പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും ഹു ഈസ് ഡിസർവ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചില സന്നദ്ധ സംഘടനകൾ, സത്യമായി നിൽക്കുന്ന സംഘടനകൾക്ക് മാത്രം തിരഞ്ഞെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് നമ്മുടെ ചുറ്റുപാട് തന്നെ വീക്ഷിച്ചാൽ നമുക്ക് കഷ്ടപ്പെടുന്നവരെയും വിഷമിക്കുന്നവരൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് സംഭാവന വാങ്ങിക്കുന്ന ആളുകളത് അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പണം ശരിയായിട്ട് വിനിയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ കർമ്മഗുണം ലഭ്യമാകില്ല. അതുകൊണ്ട് നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ നിയമത്തെ കുറിച്ച് മാത്രമല്ല, നമുക്ക് ഈ പ്യൂരിഫിക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിയാശക്തിയിൽ. നമ്മുടെ ഉള്ളിലുള്ള ഈ നടക്കുമോ, അതൊന്നും നടക്കാൻ പോണില്ല, മല മാറില്ല എന്ന് എനിക്ക് അല്ലെങ്കിൽ തന്നെ അറിയാമായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ, നമുക്ക് എന്ത് വേണമെങ്കിലും അത് വേണം, എനിക്കത് കിട്ടണം, കിട്ടിയേ പറ്റൂ എന്നുള്ള ശക്തമായ ബോധം, ആ വിൽ ആസ്പെക്റ്റ്, ആ ഡിസൈർ ആസ്പെക്റ്റൊക്കെ നമ്മുടെ ഉള്ളിൽ നന്നായി വളരണം. ഇത് ക്രിയാശക്തിയുടെ വലിയ പ്രധാനമാണ്. ഒന്ന് ശുചീകരണമാണ്, ഒന്ന് കർമ്മ നിയമത്തിലെ നമ്മൾ സഹായിക്കുന്ന ചില ആളുകൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ധാരാളം നന്മകൾ ചെയ്തിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ജന്മങ്ങളിൽ അവർ ധാരാളം പണം ഉണ്ടാക്കുന്നതും, അത്ര വലിയ ബുദ്ധിമാനോ കഴിവോ ബിസിനസ് ഐഡിയ ഉള്ള ആളൊന്നായിരിക്കില്ല. പക്ഷേ അദ്ദേഹം വളരെ സമൃദ്ധനായി വലിയ വലിയ ബിസിനസ് കൊണ്ടുപോകുന്നത് കാണാം. അതും അദ്ദേഹത്തിൻ്റെ കർമ്മ നിയമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പിന്നെ സത്യസന്ധമല്ലാതെ പണം ഉണ്ടാക്കുന്ന ആളുകൾ അവർ പന പോലെ വളരും. പക്ഷേ അത് പന വളർന്ന് അതിനൊരു കാലഘട്ടം എത്തുമ്പോൾ അത് ഏറ്റവും ശക്തമായ പതനത്തിലേക്കാണ് വരിക. ഈ പന വീഴുമ്പോൾ നമ്മൾ പനയുടെ കാര്യം പറയും, ദുഷ്ടനെ പന പോലെ വളർന്നെന്നൊക്കെ പറയും. പക്ഷേ ഈ ദുഷ്ടൻ പന പോലെ വളർന്ന് അതിനൊരു അവസാനമുണ്ട്. അതൊരു വല്ലാത്ത അവസാനമായിരിക്കും. അത് വീഴുമ്പോൾ ഒരുപാട് നാശങ്ങളുണ്ടായിട്ട് ചിന്നിച്ചിതറിയിട്ടാ പോവുക പന. അതുപോലെ തന്നെ അത് വീഴുന്ന സമയത്ത് പല ആളുകൾക്കും ദോഷം ഉണ്ടാക്കിയിട്ടാണ് വീഴുക. അത് വീഴുന്നത് വല്ല പുറത്തേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വീഴുക, അല്ലെങ്കിൽ ജീവികൾക്ക് നാശം ഉണ്ടാക്കിക്കൊണ്ടാണ് അതിൻ്റെ അവസാനമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പന പോലെ വളർത്തിയാലും അതുപോലെ തന്നെ അത് നിലം പതിക്കുമെന്നുള്ള കാര്യത്തിൽ, അത് വളരെ ഛിന്നഭിന്നമായി നിലം പതിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഈ ക്രിയാശക്തി, അതായത് നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ തോട്ട് പവർ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം, തോട്ട് പവർ കൃത്യമായ ശക്തിയിൽ നമുക്ക് പ്രയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇന്നർ പ്യൂരിഫിക്കേഷൻ വളരെ പ്രധാനമാണ്. സംശയബോധം, പോവർട്ടി, ദാരിദ്ര്യ ചിന്തകൾ, അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, അത് നടക്കില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നൽ ഒക്കെ. പിന്നെ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, ഇത് മറ്റുള്ളവരെ നാശത്തിന് വേണ്ടിയോ ദോഷത്തിന് വേണ്ടോ ആക്രമണത്തിന് വേണ്ടിയോ ഈ ശക്തി ഉപയോഗിക്കരുത്. അത് നിങ്ങൾക്ക് 10 മടങ്ങ് അതിൻ്റെ ഒരു സമയം എത്തുമ്പോൾ ഒരു ചെടി കുഴിച്ചിട്ട് അത്
ഒരു മറ്റുള്ളവനെ ആക്രമിക്കാനായിട്ട് നശിപ്പിക്കാനായിട്ട് നമ്മൾ ഈ ശക്തി ചെയ്താൽ ആ ചെടി വളർന്ന് അതിലുണ്ടാകുന്ന പഴങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് തന്നെ ലഭിക്കും. വളരെ അപകടങ്ങൾ ദോഷകരമായി വന്നു ചേരാനുള്ള ഇതുള്ളത് കൊണ്ട് ഇത് നമ്മുടെ സ്വന്തം ആവശ്യത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ഉള്ളിലുള്ള അഴുക്കുകളെ ശുചീകരിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നുകൂടെ ഞാൻ പറയാം, കർമ്മ ആണ്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ആരെയും സഹായിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും നമ്മൾക്ക് ചുറ്റുമുള്ളവരെയും ചെറിയ സംഭാവനകളൊക്കെ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുക, മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ സർവീസ്. നമുക്ക് സർവീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏത് തരത്തിലായാലും, ഇപ്പോൾ ഗവൺമെൻറ് ആസ്പത്രികളിലൊക്കെ വളരെ വിഷമിച്ചിരിക്കുന്ന ആളുകൾ ജനറൽ വാർഡുകളിലൊക്കെ ചെന്നാൽ കാണാം. അപ്പോൾ അവിടെ ചെല്ലുക, ഒരു ആഴ്ചയിൽ ഒരു ദിവസം അവിടേക്ക് ചെന്ന് കുറച്ച് ബ്രെഡും പഴമൊക്കെ വാങ്ങിച്ച് പോവുക. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാനായിട്ട് കാത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് വീട്ടിൽ നിന്ന് ഭക്ഷണം എത്താതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കണ്ട് അവർക്ക് നമുക്ക് എത്രയാണോ ഉള്ളത് അതിൻ്റെ ഒരു ചെറിയ അംശം കൊണ്ട് നമ്മൾ കുറച്ച് ബ്രെഡ്, പഴം അല്ലെങ്കിൽ കുറച്ച് ചില്ലറകൾ, നമ്മുടെ അതിലുള്ള പൈസ എക്സ്ട്രാ കുറച്ച് പൈസ നമ്മൾ അതിന് വേണ്ടി സർവീസിന് വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ട് അവിടെ മരുന്ന് മേടിക്കാനൊക്കെ വിഷമിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ കണ്ടാൽ കുറച്ച് പണമൊക്കെ കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ചുറ്റും തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ ഇതൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് ഈ ഈശ്വരീയമായ ബന്ധം കൂടുതൽ സ്ഥാപിച്ച് ഈ കർമ്മ നിയമം, ശുചീകരണം തുടങ്ങിയ സർവീസ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവികമായ ആ പദ്ധതിയിലേക്ക് നാം വളരെ സൂക്ഷ്മമായി കാലെടുത്ത് വെച്ച് തുടങ്ങിയാൽ നിങ്ങൾ ഒരു സമയം എത്തുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നിങ്ങളുടെ തോട്ട് ഫോംസൊക്കെ വളരെ ശക്തമായിരിക്കുകയും നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സാമ്പത്തികമായി സമൃദ്ധമായും പുരോഗതി ഉണ്ടാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് ക്രിയാശക്തി പഠിക്കാനുള്ള അവസരമുണ്ടാകട്ടെ. അതിന് നിങ്ങൾ ആഗ്രഹിക്കുക, ഇത് പഠിക്കാൻ എനിക്ക് അവസരമുണ്ടാകണേ. ശരിയായിട്ടുള്ള കൃത്യമായിട്ടുള്ള സിലബസുകളിൽ തയ്യാറാക്കപ്പെട്ട ശക്തി ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന കോഴ്സ് പഠിക്കാൻ എനിക്ക് അവകാശം ഉണ്ടാകട്ടെ. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള പേരിലൊക്കെ പല കോഴ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ വെറുതെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കലാണ്. ഇവിടെ നമ്മൾ വളരെ പുരാതനമായ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിലുള്ള വീക്ക്നെസ്സുകളെ, നമുക്ക് തടസ്സമുണ്ടാക്കുന്ന ചിന്തകളെയൊക്കെ എക്സ്പെൽ ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഈ ശക്തമായ ശരിയായിട്ടുള്ള കൃത്യമായ തോട്ട് പവർ നമ്മുടെ ഉള്ളിൽ ജനിക്കൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സോ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ചിറ്റങ്ങാടിയിൽ ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിൽ യോഗ പ്രാണവിദ്യയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചില പ്രീ റിക്വസ്റ്റ് കോഴ്സസ് ഉണ്ട്. അത് പഠിച്ചിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റില്ല. കാരണം എനർജിയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ, എനർജി സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ വൈറ്റൽ പോയിൻറ്റുകളൊക്കെ ആയിട്ട് അതിന് ബന്ധമുള്ളത് കൊണ്ട് നിങ്ങൾ ഈ കോഴ്സിന് വേണ്ടി നിങ്ങൾ മനസ്സിൽ നല്ലപോലെ ആഗ്രഹിക്കുക, ഒരു ഇച്ഛയിൽ ആഗ്രഹിക്കുക. ഞാൻ പഠിക്കുമെന്ന് തീരുമാനിക്കുക, അല്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതല്ല. പഠിക്കും, ഞാനത് പഠിച്ചിരിക്കും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ സമ്പന്നനാവും. ഞാൻ ഇതിൽ കൂടെ സമ്പന്നനാവാനായി ഞാൻ ക്രിയാശക്തി പഠിച്ചിരിക്കും. എനിക്ക് പഠിച്ചേ പറ്റൂ, ഞാൻ പഠിക്കുമെന്നുള്ള ഒരു ഇച്ഛ മുന്നിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളെല്ലാവരും ധാരാളം പണവും സമ്പന്നതയുമുള്ള ആളുകളായിട്ട് മാറട്ടെ. സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും നിങ്ങൾക്കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിലും ഗുരുപത്നിയുടെ പാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്തേ. താങ്ക് യു വെരി മച്ച്.